നോമ്പൊരുക്കങ്ങൾ എന്ന് പറഞ്ഞിട്ട് പുഡിങ് കട്ട് ചെയ്യാന്ന് വിചാരിക്കരുത് കേട്ടോ. പുഡിങ് അല്ല, ചിലർക്കെങ്കിലും കത്തിയിട്ടുണ്ടാവും എന്താണ് സംഭവം എന്ന്. നോമ്പിനായാലും അല്ലാത്തപ്പോഴായാലും ഒക്കെ ഞാൻ ചെയ്തു വെക്കുന്ന ഒരു കാര്യമാണ്, ടൈം കിട്ടുമ്പോൾ ഒക്കെ ചെയ്തു വെക്കുന്ന ഇഞ്ചി തൊലി കളഞ്ഞിട്ട് വെക്കും. അതുപോലെ തന്നെ വെളുത്തുള്ളി കുറച്ചധികം തന്നെ തൊലിച്ച് വെക്കുകയും ചെയ്യും. കുക്കിങ്ങിൽ ടഫായിട്ടുള്ളൊരു പാർട്ടാട്ടോ എന്നെ സംബന്ധിച്ച് ഇത്. അപ്പോൾ അത് മിക്സിയിൽ ജാലിട്ടിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ബൗളിലിട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ഒരേ ലെവലിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രീസറിൽ കുറച്ച് സമയം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട് വരുമ്പോൾ ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. നമുക്ക് എത്ര വലുപ്പമുള്ള പീസാണ് വേണ്ടത് അതിനനുസരിച്ചൊന്ന് വരഞ്ഞു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ 1 മണിക്കൂറൊക്കെ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഓരോ പീസസ് ആക്കി എടുത്തിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ആവശ്യത്തിനനുസരിച്ച് ഓരോ പീസ് നമുക്ക് എടുക്കാം. ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം കേട്ടോ. ഇതിന് പകരം ഇതിൻ്റെ കൂടെ തന്നെ സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ താഴെയും സൂക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ഞാൻ ഇതുപോലെ ആട്ടോ ചെയ്യാറ്.